റമദാൻ അക്രോസ് ദി വേൾഡ് എന്നുള്ള സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റമദാൻ അക്രോസ് ദി വേൾഡിൽ ഇന്ന് വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു വ്യക്തിത്വവുമായിട്ടാണ് ഞാൻ അബ്ദുറഹ്മാൻ ജോയിൻ ചെയ്യുന്നത്. മക്കയിലെ റമദാൻ വിശേഷങ്ങളാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇന്ന് ഒന്നാം ദിവസം പരിശുദ്ധ ഹറമിൽ നിന്നാണ്. വളരെ ചെറിയ പ്രായത്തിൽ, സ്കൂൾ പ്രായത്തിൽ പരിശുദ്ധ ഹറമിലെത്തി അവിടെ പഠിച്ച് പിന്നെ അവിടെ തന്നെ ജോലി കിട്ടിയ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് സജീൽ മൊയ്തീൻ, വാഴക്കാട് സ്വദേശിയാണ്. മൊയ്തീൻ ഖാൻ്റെ മോനാണ്. മൊയ്തീൻ ഖാൻ റിയാദിലാണ്, ദീർഘകാലമായി മൊയ്തീൻക്ക് കുടുംബമൊക്കെ റിയാദിലാണ്. അപ്പോൾ സജീലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സജീൽ, കേൾക്കാമോ? അസ്സാം വലൈക്കും. കേൾക്കാം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഫിസി ജമീൽ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. അല്ലാഹു യസല്ലിം. നല്ല ചെത്ത് സ്റ്റൈലാണ് ചെക്കൻ അല്ലേ? അൽഹംദുലില്ലാഹ്. വീഡിയോ കാണാം. നീ ചെത്ത് സ്റ്റൈലെന്ന് തന്നെ പെണ്ണെന്നല്ലേക്കണ്ട, കുട്ടിയായി. ഇങ്ങനെ ആരെ കൊണ്ടെന്നല്ലേ ആളുകൾ ചോദിക്കും നമ്മോട്, ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ശ്രോതാക്കളെ PM വന്നിട്ട് ചോദിക്കും. നല്ല ദീനീ രംഗത്തുള്ള ആളുകൾ കാണുമ്പോൾ മക്കൾക്ക് വേണ്ടി ആലോചിക്കുന്നതാണ്. എന്തായാലും സജീലിന് ആരും പെണ്ണെന്നും ആലോചിക്കണ്ട, ഒക്കെ സെറ്റാണ്. മാഷാ അല്ലാഹ്. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് ഷുക്കൂർ അൻസാരി ഒരു മെസ്സേജ് അയച്ചു വന്നു. ഹറമിലെ മക്കയിലെ ആദ്യ റമദാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോഴാണ് ആ ഹറമിലെ ആ റമദാൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഓർമ്മ പോയത്. ഒരു ഇഫ്താർ എന്നെഴുതിയ ഒരു പച്ച കളറിലെ ഒരു കിറ്റ്, ആ കിറ്റ് അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചതാണ്. ഈ ഷുക്കൂർ അൻസാരി എന്ന് പറയുന്നത് നമ്മളെ പീസ് റേഡിയോ പ്രൊഡക്ഷൻ ടീമിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കത്താണുള്ളത്. നാളെ മറ്റന്നാളൊക്കെ എത്തേണ്ടതാണ്. ബറക്കല്ലാഹു ഫീ, അല്ലാഹ് സ്വീകരിക്കട്ടെ. സജിലെ, ഹറമിലെ ഏറ്റവും ആദ്യത്തെ ഒരു നോമ്പോർമ്മ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായോടെ പഠിക്കണ കാലത്തെ ജീവിതത്തിൽ ആദ്യത്തെ ആ ദിവസങ്ങളൊന്ന് പറയാമോ? അൽഹംദുലില്ലാഹ്. ആദ്യമേ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനും. അതോടൊപ്പം ഹറമിൽ താമസിക്കാനും പഠിക്കാനും അവിടെ തന്നെ ജോലി, ഹറമിൽ തന്നെ പരിശുദ്ധ മക്കയിൽ തന്നെ ഹറമിൽ വർക്ക് ചെയ്യാനുള്ള തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. അതിന് ആദ്യമേ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു ഇനിയും ഉയരങ്ങളിൽ എല്ലാവരെയും എത്തിക്കട്ടെ. അതേപോലെ ഇവിടെ വന്ന് ജീവിക്കാനും ഇവിടെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അതില് ആദ്യത്തിന് അറിയാം, ഒന്ന് നമ്മള് ദൂര യാത്ര, റിയാദിലാണ് ഞാൻ ജനിച്ചത്. റിയാദിൽ നിന്നും മക്കത്തേക്ക് വന്നു. ഹോസ്റ്റൽ ജീവിതമായിരുന്നു. അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയൊരു മനസ്സിന് മാതാപിതാക്കളെ വിട്ടൊരു പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിൽ അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാ വക്തുകളിലും ഹറമിൽ നമസ്കരിക്കാവല്ലോ എന്നുള്ള ഒരു കാരണം നമ്മള് പണ്ടേ ചെറുപ്പത്തിലെ ഉംറക്ക് പാരന്റ്സിനൊപ്പം വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഹറമിന്റെ ഉള്ളിൽ മത്താഫിലൊക്കെ ഈ ഷേഖുമാർ, അതേപോലെ സുദൈസ് ഹറമില് മാമാരൊക്കെ ഓവർകോട്ട് ഇടും, ബിഷ്ത് എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളതിങ്ങനെ കാണുമ്പോൾ, ഉംറ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് അത് വിടണം എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖ്, ആ ഒരു പ്രാർത്ഥന സ്വീകരിച്ചതാവും. ഇവിടെ വന്നു അൽഹംദുലില്ലാഹ് മത്താഫിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇത് കിട്ടി. അതോടൊപ്പം ഈ കോട്ട് ഇട്ടിട്ട് തന്നെ മക്കാം ഇബ്രാഹിമിന്റെ അടുത്ത് നിൽക്കാനുള്ള വരെ തൗഫീഖ് അള്ളാഹു അൽഹംദുലില്ലാഹ് നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇനി ഉയർച്ചകളിലേക്ക് നമ്മളെല്ലാം എത്തിക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം നമ്മൾ എന്തൊരു നിയ്യത്ത് വെച്ചിട്ടാണോ ഇവിടെ വരുന്നത്, അത് അൽഹംദുലില്ലാഹ് അള്ളാഹു തീർച്ചയായിട്ടും ഇവിടെ അല്ലെങ്കിൽ ആഖിറത്തിൽ അൽഹംദുലില്ലാഹ് നമുക്കത് കാണിച്ചു തരും. അൽഹംദുലില്ലാഹ് നമുക്കൊരു ഭാഗം അൽഹംദുലില്ലാഹ് എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹറമിൽ തന്നെ സഹവസിക്കാനും ഇവിടുത്തെ അറബ് കുട്ടികളൊപ്പം പഠിക്കാനും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ കീഴിൽ പഠിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി. അൽഹംദുലില്ലാഹ്. എന്തോ ഒരു പെട്ടെന്നായതുപോലെ അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ മോനെ, ഈ നോമ്പ് തുറ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങളവിടുത്തെ ആദ്യത്തെ നോമ്പ് തുറനെ കുറിച്ചും കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് ഓർത്തെടുത്ത് നോക്ക്. അത് എന്റെ നോമ്പ് തുറ ഒരു 10-13-14 വർഷമായിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്. അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പത്തെ ഒരു കൊറോണ സമയമല്ലായിരുന്നു. ഇപ്പം കുറച്ചും കൂടി സജ്ജീകരണങ്ങളും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് നമുക്കറിയാം, ഹറമിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ വെറും കാരക്ക. നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ആ കാര്യം നമുക്കറിയാം, സമൂസയും മറ്റതും മറിച്ചും. എന്നാൽ ഹറമിൽ വെറും കാരക്കയും സംസം വെള്ളവും മാത്രം. എന്നാലും ചിലപ്പോൾ ഒരു തൈരോ അല്ലെങ്കിൽ ഒരു ഹുബ്സോ എക്സ്ട്രാ ഉണ്ടാകും.
ആ ഒരു ഇതിലേ നമ്മൾ ഫസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ നമ്മൾ അങ്ങനെ ആശ്ചര്യപ്പെട്ടു പോയി, പഠിച്ചവനെ വെറും ഒരു തമറും വെള്ളമാണ് ഉള്ളത്. എന്നാൽ നമ്മളത് ഇങ്ങനെ ശീലിച്ചു പോയപ്പോൾ ഏറ്റവും ബെസ്റ്റ് വെറും തമറും സംസം വെള്ളം മാത്രം കുടിച്ച് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സിനൊരു റാഹത്തും ഒരു ഉന്മേഷവും ഒക്കെ അൽഹംദുലില്ലാ ഉണ്ട്. ഇന്നിപ്പം സയൻസ് വരെ പറയുന്നുണ്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. മഷ്കൂർ. അങ്ങനത്തെ ഒരു ഇതാണുള്ളത്. കൂടുതൽ ഇപ്പൊ ഒരു ഓർമ്മ വരുന്നില്ല. എന്താ വെച്ചല്ലേ, ഇവന് ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ട കുട്ടിയാണോ, ഓർമ്മല്ല നിങ്ങൾക്ക്? ഞാൻ പറ്റ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇവ വളരെ അടുത്ത കാലത്താണ് ഇവന് നല്ല നല്ല എഫേർട്ട് എടുത്ത് ശരീരം ചുരുക്കിയതാണ്. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീ. അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും അതിങ്ങനെ പിക്ചറൈസ് ചെയ്യാണ്. അതായത് ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് ഒരാൾക്ക് വെറും കാരക്കും പച്ചവെള്ളവും സംസം വെള്ളം കൊടുക്കുമ്പോഴേ അത് നല്ലൊരു ഓർമ്മയാണ് ഇപ്പം പങ്കുവെച്ചത്. അപ്പോൾ പൊതുവെ ഹറമിന്റെ ഉള്ളിലെത്തുന്ന ഒരാൾ പട്ടിണി ആവൂല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും അത് ഹറം വളരെയധികം സജ്ജീകരണങ്ങളാണ് വെച്ചിട്ടുള്ളത് ഒരിക്കലും. എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് സംസം വെള്ളം കിട്ടും, ഈത്തപ്പഴം കിട്ടും, കേക്ക് ഉണ്ട്, 2 തരം കേക്ക്, ജ്യൂസ്, അതേപോലെ തൈര് എന്നുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇപ്പത്തതിൽ കിറ്റായിട്ടാണ് ഓരോ ഹാജിമാർക്കും കൊടുക്കുന്നത്. വളരെ സൗകര്യപ്രദമായിട്ടാണ് ഈ പ്രാവശ്യങ്ങളുള്ളത് അൽഹംദുലില്ലാ. കിറ്റായിട്ട് കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കോ, സൊഫയിലിരുന്ന് കഴിക്കോ? അതെ. അവർക്ക് അവരുടെ സൊഫയുടെ പുറ്റിൽ തന്നെ സുഫ്ര വിരിക്കും. അതോടൊപ്പം ഈ കിറ്റുകൾ ഓരോരുത്തരുടെ കയ്യിൽ വിതരണം ചെയ്യും. അതിനായിട്ടുള്ള അവിടെ സ്റ്റാഫുകളും ആളുകളും ഉണ്ട്. പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന് അവർ അതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് ഗവൺമെന്റ് കൊടുക്കണതാണോ അതല്ല ആളുകൾ സദഖയായിട്ടും ഹദിയായിട്ടും കൊടുക്കണതാണോ? ഇല്ല, ഇവിടെ ഹറമിലെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ അത് സദഖ പിരിപ്പിക്കാനോ നൽകാനോ പാടില്ല. എന്നാൽ മറ്റുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം മനസ്സത്തിൽ എഹ്സാൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് രാജാവും ക്രൗൺ പ്രിൻസും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആ മനസ്സ് തന്നെ ഉണ്ട്. അതിലൂടെ ആളുകൾ ആവശ്യമുള്ളവർ മീൻസ് ഇതിൽ സദഖ ചെയ്യണം എന്നുള്ള ഇതുള്ളവർ അവരെന്ത് ചെയ്യും, ഈ മനസ്സിൽ കയറി അതിലേക്ക് അവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഹറമിനുള്ളിൽ എല്ലാവരും ഈ ഗവൺമെന്റ് അംഗീകൃത ഓർഗനൈസേഷൻസും ഗവൺമെന്റും മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് എനിക്ക് ഹറമിൽ ഉള്ള ആളുകളെ ഒന്ന് നോമ്പ് തുറപ്പിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ സംവിധാനത്തിലൂടെ ക്യാഷ് അടക്കാണ് വേണ്ടത്. അതെ, വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മളെ ഗൂഗിളിൽ പോയിട്ട് മനസ്സത്തിൽ എഹ്സാൻ പ്ലാറ്റ്ഫോം എന്ന് കാണും, ഒരു പച്ച ലോഗമുള്ള എഹ്സാൻ പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ ഓരോന്ന് ഇംഗ്ലീഷിലുണ്ട്, അതിൽ ഓരോന്ന് നോക്കിയാൽ തന്നെ ഹറമിൽ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ഇനി പള്ളി നിർമ്മിക്കാൻ ആഗ്രഹമുള്ള പള്ളി നിർമ്മിക്കാൻ, ഇഫ്താർ സായിമീൻ, സദഖകൾ കൊടുക്കാൻ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് അതിനുള്ളിലുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ ജസ്റ്റ് അതിലേക്ക് നമ്മളെ രൂപയാണോ റിയാലാണോ ഏതാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എത്ര എണ്ണം വേണം, ഒരാൾക്ക് 10 റിയാൽ വിഹിതമാണ് ഒരു ഉംറക്കുള്ള ഇഫ്താർ കിറ്റിന്റെ റേറ്റ്. അത് ജസ്റ്റ് അതിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെന്ത് ചെയ്യും, ഇവിടെ അത് നടപ്പിലാക്കും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് ചോദിച്ചു നടക്കും. ഓക്കെ, അത് അങ്ങനത്തെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മനസ്സിലാക്കിയാണ്. അപ്പോൾ ഹറമിൽ ഈ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് തന്നെ ആളുകൾ ഇരിക്കുന്നിടത്ത് സജിൽ പറഞ്ഞ പോലെ നീളത്തിൽ സുഫ്ര വിരിക്കുന്നു, പിന്നെ അവിടെ ഇഫ്താർ കിറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു, വെള്ളം കൊണ്ടുപോയി വെക്കുന്നു. അതിനൊക്കെ അവിടെ വളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്രായമായ കുറേ ആളുകൾ കുറച്ച് കപ്പിലും അതുപോലെ ജഗ്ഗിലും ഒക്കെ ചായയും മറ്റൊക്കെ കൊണ്ടുവന്ന് അതിൽ വിതരണം ചെയ്യുന്നത് കാണാറുണ്ട്. അവരത് താല്പര്യപൂർവ്വം ചെയ്യുന്ന കുറേ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ അവിടുത്തെ അത് ഇഷ്ടംപോലെ. അത് വർഷങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ നമ്മൾ ഹറമിൽ ഈ ഒരു സംവിധാനം അല്ല ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ആളുകൾ ഇതേപോലെ പേഴ്സണൽ ആയിട്ടുള്ള ആളുകൾ, ഷേഖുമാര്, അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അവരൊരു സുഫ്ര ഒരു വാടക പോലെ എന്നുള്ള സിസ്റ്റം ആയിരുന്നു. അത് അവര് ബുക്ക് ചെയ്ത സ്ഥലം, അവര് സുഫ്ര വിരിക്കുന്നു, അവര് തമറ് കൊണ്ടുവരുന്നു, അവര് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുവരുന്നു, ഗഹുവ, ചായ. അതൊക്കെ ഞാൻ വന്നത് മുതൽ മീൻസ് അതിന് മുമ്പേ ഉണ്ട്. ഞാൻ കണ്ടത് മുതൽ, ഞാൻ ചെറുപ്പം മുതലേ അവിടെ ഈ സംഭവങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കൊറോണയുടെ ശേഷമാണ് എന്ത് മാറിയിട്ട് കുറച്ചും കൂടിയും, കാരണം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രിക്കോഷൻസും മറ്റുള്ളവർ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഇത് നീക്കാൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മാത്രം. എന്നാൽ ചില ആളുകൾ ഇതേപോലെ ഗഹുവ ആകട്ടെ വീട്ടിൽ നിന്നുണ്ടാക്കി ചായ, അവർ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഹാജിമാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വളരെ അവർക്ക് എന്നാൽ ഇവിടുത്തെ മക്കയെ സംബന്ധിച്ചിടത്തോളം, മക്കയിലെ അറബികൾ, സൗദികൾ എന്ന് പറഞ്ഞാൽ മക്കയെ അതിഥികളെ സ്നേഹിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം ബുയൂഫുർ റഹ്മാൻ അള്ളാന്റെ അതിഥികളാണ്. അപ്പൊ അവർക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. ഇപ്പൊ പുറത്തുനിന്ന് ആകട്ടെ, അവിടെ പുറത്തുനിന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അവരുടെ ഒരു പാഷൻ ആയിട്ടാണ് അവർ എടുക്കുന്നത്. ഈ പ്രായമായ ആളുകൾ വ്യായാമ ദിവസങ്ങളിൽ വരെ ഉണ്ട്, അയ്യാമുൽ ബീദിൽ ഒക്കെ അവർ കൊണ്ടുവരും. ഈ പ്രായമായ ആളുകളുടെ കൂടെ ഒരു കൊച്ചു കുട്ടികളെ അവർ പ്രത്യേകം
കൊണ്ടുവരികയും ഓലെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയും കൂടി കാണാം അല്ലേ? അവർക്കൊരു എക്സ്പീരിയൻസ് ആകാനും അത് ചെറുപ്പത്തിലെ പഠിക്കാനും അവരുടെ കാലശേഷം ഇത് നിലനിർത്തി പോകാനും വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യണത്. വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് നമ്മൾ ഒന്ന് പറഞ്ഞു പോകേണ്ടത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ അതൊരു വലിയൊരു കൾച്ചറല്ല നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഒന്നിച്ച് കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് വിളിച്ച് വലിയ സംഭവമാക്കി ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡും രീതി നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് വിങ് അവർ യാത്രക്കാർക്കുള്ള ബസ്സിലേക്കൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള കിറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ അതുമായിട്ട് സഹകരിക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അയ്യാമുൽ ബീദിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഇത്തവണ ഈ 2 ആഴ്ച മുമ്പല്ല, അതിൻ്റെ മുമ്പേ ഞാനൊന്ന് പോയല്ലോ, സൗദിയിൽ പോയല്ലോ. അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ആസിമ് നമുക്ക് ഒന്നിച്ചൊരു ഏരിയക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അസീസിയ സൈഡിൽ അവിടെ ഒരു പുൽമേട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കണം. ആസിമ് ഫുഡ് കൊണ്ടുവന്നു, ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ സുഫ്ര വിരിച്ചിട്ട് ഏതൊരു കമ്പനീൻ്റെ സംഗതി ചെയ്യണം, ഏതോ ഒരു ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് അറബ്സ് ഭയങ്കര അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി എടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഈ ഓർഗനൈസേഷൻസ് കുറെ വന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ബസ്സിൽ കയറിയാൽ ബസ്സിൽ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പം ഉദാഹരണം തറാവി കഴിയട്ടെ അല്ലെങ്കിൽ ഇഫ്താറിന്റെ സമയമാകുകയാണെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിൽ ഇതേപോലെ തന്നെയുള്ള ടെന്റുകൾ വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേഷനുകളും ബസ്സിന്റെ ലോഡിങ് അൺലോഡിങ് സ്റ്റേഷനുകൾ തന്നെ ഓരോ ടെന്റുകൾ വരെ വെച്ചിട്ടുണ്ട്. അവിടെ ഗഹവ കൊടുക്കുന്ന തമറ് അങ്ങനത്തെ പല ഐറ്റംസും കൊടുത്ത് അത്രയും ആദിത്യ മര്യാദ ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ഓർഗനൈസേഷൻസിന്റെ മുന്നിലുള്ളത്. അവരിതൊരു അവരുടെ പറഞ്ഞ പോലെ പാഷൻ. ഇപ്പൊ നമുക്ക് ഇവിടെ സിഗ്നലിൽ പോയാൽ അവിടെയും വെള്ളം കൊടുക്കുന്നത് കാണാം, തമുറ കൊടുക്കുന്നത് കാണാം. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മളെ മറ്റുള്ള ആളുകളല്ല, ഈ സൗദികളാകട്ടെ അല്ലെങ്കിൽ അറബ്സ് ആണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ പള്ളികളിലാവട്ടെ എല്ലായിടത്തും ഈ ഒരു ആദിത്യ മര്യാദ ഭയങ്കരമായിട്ട് മക്കയെ വരുന്ന അതിഥികൾ അവർ ഭയങ്കര സ്വീകരണമാണ് നൽകുന്നത്. റമദാനില് അവിടുത്തെ ഒരു ടോട്ടൽ ഒരു മുഅ്തമിരീങ്ങളുടെ ഒരു എണ്ണോ അല്ലെങ്കിൽ ഒരു ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണല്ല, ഒരു എന്തായാലും കുറച്ചധികം ആൾ കൂടുമല്ലോ. ഏകദേശം ഒരു കണക്ക് എന്നുള്ളത് നമുക്ക്, കാരണം ഇപ്പം നമുക്ക് സാധാരണ മുമ്പ് കൊറോണ മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം റമദാനും ഹജ്ജായിരുന്നു ഏറ്റവും കൂടുതൽ റഷ് ഉള്ളത്. എന്നാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 12 മാസവും ഒരേ തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രയും അൽഹംദുലില്ലാ ഗവൺമെന്റ് തക്കതായ പ്രിഫറൻസ് നൽകുമ്പോൾ അത്രയും ഉംറ വിസകളാവട്ടെ ഹജ്ജിനും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ മക്കാരോണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് പറയാ, നിങ്ങൾ അടുത്തുള്ള പള്ളികൾ മക്ക കുല്ലഹ ഹറം, മക്ക മൊത്തം എന്താണ് ഹറമാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള പള്ളികളിലേക്ക് പോവുകയും ഇവിടെ വന്ന അതിഥികൾക്ക് ഹറമിൽ സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മില്യൺ കണക്കിന് എണ്ണമാണുള്ളത്. കറക്റ്റ് ഇത് എനിക്ക് വ്യക്തമായിട്ടൊരു ഓർമ്മയില്ല. ഓരോ ദിവസവും 10,000-ങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുവെ ഒരു 10 കൊല്ലം അപ്പുറം ഇപ്പുറം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി യങ്ങർ ജനറേഷൻ ഹറമിൽ മത്താഫിലും മസായിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, അങ്ങനെ യൂറോപ്പ് ഇവിടെ നിന്നൊക്കെ വരുന്ന. എന്നാൽ മലയാളി മുഅ്തമിരീങ്ങളെ നമ്മൾ കാണുമ്പോൾ ആ ഒറ്റ പച്ചയും ചുവപ്പും മഞ്ഞയിൽ വരെ വേഗം മനസ്സിലാവുമല്ലോ. അതിപ്പോഴും അത്ര വളരെ ഏജ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇതാണ്, ഞാനൊരു ഭയങ്കരമായി സൂക്ഷ്മമായി പഠിച്ച് പറയല്ല. ഏതായാലും ഈ ഒരു ഉംറൻ്റെ റമദാനിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെ നോമ്പും സൗദിയിലെ പ്രത്യേകിച്ച് മക്കയിലേക്ക് നോമ്പും അവിടുത്തെ അനുഭവങ്ങളൊക്കെ ബന്ധിപ്പിച്ച് എന്തെങ്കിലും ഒരു ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടോ? ഇതിൽ പറയേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന നോമ്പും നമ്മൾ നാട്ടിൽ വളരെ കുറച്ച് റമദാനുകളാണ് ഞാൻ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടെ അധികം ഇവിടെ കൂടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ നമ്മൾ റമദാൻ എന്ന് പറഞ്ഞാൽ, നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഇതാണ്. പലവിധ ഐറ്റംസ്, അതാണ് നമ്മുടെ മെയിൻ ഒരു പ്രോഗ്രാം. എന്നാൽ നമുക്ക് തറാവി നമസ്കരിക്കാൻ ഒക്കെ ഒരു പ്രയാസമായിട്ടുള്ള രീതിയാണ്. എന്നാൽ ഇവിടെ അൽഹംദുലില്ലാഹ് ഹറമിലാകട്ടെ മറ്റുള്ളവർക്ക് നമ്മൾ ചെറിയ ഭക്ഷണം കഴിക്കുന്നു. ഇനി കൂടി വന്നാൽ അറബിയുടെ ഒരു സമൂസ ഉണ്ടാകും, അധികം മസാല ഇല്ലാത്ത ഒരു സമൂസ. അതാ കൂടുതൽ കിട്ടുക. അത് കഴിഞ്ഞ് അവിടുത്തെ ഹാജിമാർ ഇവിടെ വരുന്ന സുബ്ഹാനല്ലാഹ്, ഇവിടെ വരുന്ന ഉംറക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങൂല. തറാവി, ഈ ഒരു കേക്ക്, ഒരു ജ്യൂസ്, ഒരു സംസം, ഈ ഒരു ഈത്തപ്പഴം,
ഈ ഒരു ഇതുകൊണ്ട് കേക്ക് കൊണ്ട് അവര് തറാവി വരെ അവിടെ ഹറമിനുള്ളിൽ ഇരിക്കും. അത് മതി, കാരണം അവർക്ക് മാനസികമായിട്ട് അൽഹംദുലില്ലാ അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ പറഞ്ഞാൽ ശാരീരികമായിട്ട് നമുക്ക് വയറ് നിറയേണ്ടത്. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ. ഇവിടെ കൂടുതൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം, ഇബാദത്ത് ചെയ്യാനുള്ള സമയം, അതേപോലെ ഭക്ഷണം കുറവാണെങ്കിലും വിഭാഗത്തിനാണ് കൂടുതൽ സമയം. നമ്മുടെ നാട്ടില് ഇത് പറയട്ടെ, നമ്മുടെ നാടുകളിൽ അത് ഉണ്ടാകും. ഏത് നമ്മുടെ നാട് മാത്രമല്ല, ഏതൊരു നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. നമ്മൾ വെറും ഭക്ഷണത്തിനായിട്ട് ജീവിക്കുന്ന ഒരു നോമ്പുതുറ റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മാസമാണ് എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ അറബ്സിന്റെ വീടുകളിലൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടോ? അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ഫുഡ് ഇതേപോലെ ഭയങ്കര ഹെവി ആയിരിക്കും. ഈ അറബിയുടെ ഫുഡുകൾ രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറ്റ ഐറ്റം ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ പറഞ്ഞ മാതിരി സമൂസയും ഗഹവ ഉണ്ടാകും. അവർ മെയിനായിട്ട് ഗഹവ വേണ്ടത്. പിന്നെ ഒരു ഒറ്റ ഐറ്റം, ഒരു മട്ടൻ മന്തി, അല്ലെങ്കിൽ മട്ടൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും, മട്ടനാണ് കൂടുതലുള്ളത്, ആ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ചിലപ്പോൾ അതിനപ്പുറം തൈര് ഉണ്ടാകും, അങ്ങനത്തെ കുറച്ച് സലാഡ് ഐറ്റംസ് ഉണ്ടാകും. എന്നാൽ അവസാനം ഒരു മധുരവും ഒക്കെ ഓരോ വെറൈറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള അവിടെ സൗദിയുള്ള വീട്ടിൽ പോയതും മറ്റുള്ളതായിട്ടുള്ള നോമ്പുതുറന്റെ ഒരു ഇത്. ഭക്ഷണം തന്നെ കുറെ വിഭവങ്ങൾ ഉണ്ടാക്കൂല എന്നർത്ഥം. ഇല്ല 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 ഇല്ല, ഒരൊറ്റ വിഭവം, ഒരൊറ്റ തളിക, അതിൽ തന്നെ 4-5 ആൾ ഇരുന്നിട്ട്, അത് വലിയ തളികാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇരുന്നിട്ട് അതിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്ന രീതിയാണ് അവിടെ. ഓക്കെ, മാഷാ അല്ലാ. നമ്മൾ സമയം എടുക്കുന്നു. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാനുള്ളത്, ഈ ഹറമിൽ എത്തുന്ന കുറേ മനുഷ്യർ, അതിൽ വ്യത്യസ്തമായ ദേശക്കാരും പ്രദേശത്തുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് അവരുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കാനും പോകാനൊക്കെ പൊതുവെ പറ്റിയിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞൊരു ഭയങ്കര ആത്മീയ ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളുടെ ഭാഗമാകുന്ന ഒരു രീതി ഏതെങ്കിലും പ്രത്യേക രാജ്യക്കാരെങ്ങനെ ഉണ്ടോ? അതായത് കുറച്ചും കൂടി ഒരു ത്യാഗസന്നദ്ധമായി അവിടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും സന്നദ്ധമാകുന്ന ആളുകളെ ഏതെങ്കിലും പ്രത്യേക രാജ്യക്കാരെ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോഴത്തെ ഒരു സൗകര്യം അനുസരിച്ച് എല്ലാവർക്കും വളരെ എളുപ്പ രീതിയിലാണ് ഇവിടെ ഗവൺമെന്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. അത് ത്യാഗം എന്ന് പറയാൻ നമ്മളിപ്പോ 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ആ ഒരു ത്യാഗം ഒരിക്കലും എന്തില്ല, ഇപ്പോഴത്തെ ഒരു സമയത്തില്ല. എന്നാൽ നമുക്ക് സ്വഭാവപരമായിട്ട് ഇവിടുത്തെ സൗദികൾക്കും ഇഷ്ടമുള്ളത് നമ്മുടെ കേരളക്കാരെയാണ്. അറബ്സ് വരെ ആണെങ്കിൽ, സൗദികളൊക്കെ ആണെങ്കിൽ അവിടെ, കാരണം അവരുടെ പെരുമാറ്റവും ഇതും പറഞ്ഞിട്ട് ഏതൊരു സൗദിക്കാണെങ്കിൽ കേരള എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. മറ്റ് ഭാഷക്കാരെ പറയുകയാണെങ്കിൽ ഒരു ഇതുണ്ടെങ്കിലും കേരളക്കാരാ അതും കേരള എന്ന് ചോദിച്ച് ആ ഒരു രീതിയിലാണ് പെരുമാറ്റം ഉള്ളത്. അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം, അവരോട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നിൽക്കൂല, അവിടുന്ന് മാറി നിൽക്കും. അങ്ങനത്തെ ഒരു മര്യാദ. പിന്നെ ഉള്ളത് ഒന്ന് ഇന്തോനേഷ്യക്കാരാണ്. ഇന്തോനേഷ്യക്കാർ വളരെയധികം ഒരു വിനയത്തിന്റെ ആളുകളാണ്. നമ്മൾ മുന്നിൽ കൂടെ പോകുകയാണെങ്കിൽ തന്നെ വളരെ വിനയത്തോടെ കൂടിയിട്ട് അവൾ നമ്മൾ ക്രോസ് ചെയ്യുള്ളൂ. അപ്പം ഇവിടുത്തെ അറബ്സിന് പൊതുവെ ഇഷ്ടമുള്ളത്, നമ്മൾ കേരളക്കാരായതുകൊണ്ട് പറയല്ല, പക്ഷെ നമ്മൾ അവരുടെ ഇത്രയും വർഷം അവരായിട്ടുള്ള ജീവിച്ചിട്ടുള്ള ഒരു പരിചയം കൊണ്ട് പറയണം, അവർക്ക് വളരെയധികം ഇഷ്ടമാണ് മലയാളികളെ. ഈ ഹറമിലിപ്പോൾ ഇപ്പോൾ ഈ സജീൽ ഇടക്കിടക്ക് നമ്മുടെ ലൈവ് പ്രോഗ്രാമുകളിൽ അതിഥിയായി വരാറുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും പുതുമകൾ ഉണ്ടാകാറുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ. ഹറമിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഹറമിൽ നമ്മൾ എത്ര തവണ പോയാലും ഓരോ പ്രാവശ്യവും പുതുമകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം എന്താണ് ഹറമിൽ നടക്കുന്ന വികസനങ്ങളോ അല്ലെങ്കിൽ അവിടെ പുതിയ എന്തെങ്കിലും സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഭരണകൂടം ഒരുക്കിയതുണ്ടോ? ഇപ്പോഴത്തെ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും കൂടുതൽ വികസനങ്ങളും സ്പേസുകളും നമസ്കാരം നിർവഹിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം, നമുക്ക് കിങ് അബ്ദുള്ള എക്സ്പാൻഷൻ, പുതിയ എക്സ്പാൻഷൻ, അതിൽ മൊത്തം നമസ്കാരക്കാരെ മാത്രമായിരുന്നു. എന്നാൽ ഉംറക്കാരെ മൊത്തം ഹറമിലേക്കാണ്, ഹറമിന്റെ ഉള്ളിൽ, അതായത് കാബ മത്താഫൊക്കെ ഉള്ള ഉള്ളുകൾക്ക് ഇഹ്റാം പ്രവേശിച്ചവർക്ക് മാത്രമാണ് ഇപ്പോഴും ആ ഒരു സിസ്റ്റം ഉള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ കുറെ തിരക്കുകൾ കുറയും. നമസ്കരിക്കുന്നവർക്ക് നമസ്കാരം ഭംഗിയായിട്ട് പുതിയ എക്സ്പാൻഷനുകളും പുറത്ത് അതിന്റെ തൗസിയകളിലും ചെയ്യാൻ പറ്റും. എന്നാൽ ഉംറക്കാർക്ക് അതിന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ വർക്കുകൾ പറയുകയാണെങ്കിൽ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുകളിൽ റൂഫിംഗ് ആകട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇനിയും വികസിച്ചുകൊണ്ട് കിട്ടുക. നമുക്കറിയാം ഇപ്പൊ പുതിയൊരു സൽമാൻ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വികസന ഇതും അവര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾക്കും ഹാജിമാർക്കും ഉംറക്കാർക്കും അതേപോലെ നമസ്കരിക്കാൻ വരുന്നവർക്കും കൂടുതൽ സൗകര്യം ഒരുക്കാൻ വേണ്ടി പുതിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ തന്നെ
മില്യൺ കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാനും അതേപോലെ ഉംറ ചെയ്യാനും മതാഫിലായിട്ട് സൈലായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ അധികമാണ്. ഏകദേശം വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ ഒരു രീതിയിലാണ്. ഇനിയും പുതിയ പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിലവിലുള്ളത് ഏകദേശം ഒരു 90% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ബാർക്കല്ലാ ഫീക്ക്. ഏതായാലും സജില് ഡ്യൂട്ടിക്കിടയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിലുള്ള സന്തോഷം പ്രത്യേകം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഈവനിങ് ലൈവ് ഷോ റമദാനിലെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് മക്കയിൽ നിന്നുള്ള വിശേഷങ്ങൾ കേട്ട് തുടങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. സജിലിനോട് അതിൻ്റെ ഒരു കടപ്പാട് പ്രത്യേകം രേഖപ്പെടുത്താൻ. ബാർക്കല്ലാ ഫീക്ക്. മഷ്കൂർ.